യെസ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ പോകട്ടോ. ഇതൊരു സ്പോഞ്ച് പോലത്തെ സംഭവം 25 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഓൾറെഡി പോളിഷ് ഉള്ള ഒരു സ്പോഞ്ചാണ്. ഇതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അതെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ബ്ലാക്ക് സ്പോട്ടൊക്കെ നല്ല തിളങ്ങിയിരിക്കും. കണ്ടോ, നല്ല അത്യാവശ്യം തിളക്കം കിട്ടും സാധനത്തിന്. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തം ചെയ്ത് നോക്കാം കേട്ടോ. അത് തിരിഞ്ഞ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീഡിയോയിലൊന്നും മാത്രം ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഡയറക്റ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ബ്ലാക്ക് കളർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷൈനിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്നുമില്ല. സെറ്റ് വരേണ്ട സ്ഥലമാണ്. നമ്മളെന്തായാലും സെറ്റൊന്നും വെക്കാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം പാട്ട് കേൾക്കാം. ഇതിൻ്റെ അകമൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അടച്ചു കളയാം. വൃത്തികേടില്ലാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് കളയാം. അല്ല, നമുക്ക് സെറ്റൊന്നും വെക്കണ്ട. നമ്മുടെ ജീപ്പിനകത്ത് നമ്മൾ വെച്ചേക്കുന്നത് 450 രൂപയുടെ സെറ്റാണ്. ഒരു 450 രൂപയേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിലൊരു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊരു ഹോം തിയേറ്റർ വാങ്ങിയായിരുന്നു. അതിൻ്റെ സ്പീക്കറാണ് 2 ഇപ്പോഴും ഇരിക്കുന്നത്. എത്ര വർഷമാണെന്നറിയോ? ഒത്തിരി വർഷമായി. ഇപ്പം എനിക്ക് 29 വയസ്സുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിയ സ്പീക്കറാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം തിളങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് അടച്ചു കളയണം. താഴെ നമ്മൾ മാറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ മാറ്റില്ല കേട്ടോ, ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന മാറ്റില്ല, അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഇടണം. അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. എന്തായാലും എല്ലാം നമ്മൾ ബഡ്ജറ്റ് നോക്കിയുള്ളൂ കേട്ടോ. ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയില്ല. എന്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ചെയ്യാം. അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. 25 രൂപ ഉള്ളൂ കേട്ടോ. നൈസ് സാധനം, തിളങ്ങുന്നുണ്ട്. അത്യാവശ്യം മഴ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി തിരിച്ച് ഷെഡിനകത്തേക്കാനായിട്ടാം. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബൈക്കും അതുപോലെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് നോക്കിയതാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഷൈനിൻ്റെ മഡ് ഗാർഡിയാണെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്യുന്നുണ്ട്, അത് ഫുള്ളായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതായിരിക്കും പെട്രോൾ അല്ലേ? യൂരിയ മതിയാവും. ഓൾറെഡി ചോദിക്കണം അല്ലാതെ വെഞ്ചറി വെച്ചിരിക്കുന്നത്. ഇത് വെഞ്ചറി എന്നൊരു സാധനം. ഇത് ഗ്ലോസിയർ അടിക്കണം, അടിപൊളിയാണ്. മാറ്റൽ അത്ര പെർഫെക്ഷൻ ഇല്ല, പക്ഷേ ഗ്ലോസിയർ സൂപ്പറാണ്. ഇത് കണ്ടോ? അടിപൊളി. പെട്രോൾ ഇതാ സാധനം.
നമുക്ക് ഇച്ചിരി പെട്രോൾ ഊറ്റണമെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി പൊളിക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവാണ്. അതായത് നമുക്കൊരു സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിലെ ടയറും വീലും ഹബ്ബ് പ്ലേറ്റ് എല്ലാം ഉൾപ്പെടെ നമുക്ക് വേണം. അതൊന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ടയർ ഉണ്ടുമ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിന് പറ്റിയൊരു ഹബ്ബ് പ്ലേറ്റ് കൂടി കിട്ടണം. ഇതാണ് നമ്മുടെ ടയർ. ഇതിൻ്റെ ഹബിൻ്റെ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി വന്നോ. സ്പ്ലെൻഡർ വേണം എടുക്കാൻ. ഷീറ്റ് എന്തോരം വണ്ടിയാന്ന് നോക്കിയോ. ബൈക്കൊക്കെ ഏതാ? ഇതാണ് നമ്മളെ ഇരിക്കുന്നത്. നമുക്കപ്പോൾ ഒരു പൊട്ടിക്ക് കൂടെ വലുത് വേണം, എന്നാലും ഇത് കറക്റ്റ് സീറ്റ് ആവുള്ളൂ. ഇങ്ങനെ വെക്കാൻ നേരത്ത് ഈ ഒരു ഗ്യാപ്പ് വേണം. ഈ ഒരു ഗ്യാപ്പില്ലാതെ കറക്റ്റ് അതിൻ്റെ പൊക്കത്തോട്ട് വരും. ഇങ്ങനെ വരും കറക്റ്റ് അടഞ്ഞു കിടക്കണം അല്ലേ? ഇങ്ങനെ വന്ന പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഇതത് തന്നെയാണോടാ? ഇത് സ്ക്രൂ ഇട്ട് മുറുക്കണ്ടായി പണം വാങ്ങിക്കും. വെച്ചോ. യെസ് കറക്റ്റ്. ഇതാണ് നമുക്ക് വേണ്ട സാധനം. യെസ് കടച്ചാച്ച് കിട്ടീക്കാ. സെറ്റാക്കാല്ലേ? ആ യെസ് അത് കറക്റ്റാ. ടയറ് ഫുൾ ലൈറ്റും ഇതാണ് നമ്മുടെ വണ്ടി. ഈസായിട്ട് വണ്ടി ഇറക്കാൻ പോകട്ടെ. ഈ സാധനം മാറ്റാൻ വേണ്ടിയാണ് ടയർ പോയതാണ്. അപ്പോൾ നമ്മളത് മാറ്റണം. അപ്പോൾ ആദ്യം പോയിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് വന്നതാണ്. അത് വെച്ചപ്പോഴത്തേക്കിനും പ്ലേറ്റ് ചേർതാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റും കൂടി വാങ്ങി, രണ്ടും കൂടി ആകുമ്പോൾ സെറ്റാവും. നേരെ കയറ്റുക, വണ്ടി ഇറക്കുക. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതും KL11 കേട്ടോ. നമ്മളെടുത്ത ജീപ്പും ഇപ്പോൾ എടുത്ത റീസെൻ്റ്ലി നമ്മളെടുത്ത 800ഉം അതുപോലെ ഈ ഒരു സ്പ്ലെൻഡറും എല്ലാം KL11. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ നമുക്ക് സ്പോഞ്ച് പോളിഷ് യൂസ് ചെയ്യണം. നമ്മുടെ 25 രൂപയുടെ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇലക്ട്രിക് സ്കൂട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നമുക്ക് വണ്ടി കഴുകുന്ന പോലെ വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ കഴുകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം. തുടച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോളിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ. നമ്മൾ മൊത്തത്തിലൊന്നും കഴുകി ക്ലീൻ ചെയ്യൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. പക്ഷേ എന്നാലും പെട്ടെന്ന് പുറത്ത് കാണുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകാം. അപ്പം നമ്മുടെ സ്പോഞ്ച് പോളിഷ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഇനി നമുക്ക് പോളിഷ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ മ്യൂസിക്കൊന്നും കയറ്റുന്നില്ല അധികം, കാരണം കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് തപ്പിപ്പിടിച്ച് കയറ്റിയാലും ചിലപ്പം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കോപ്പിറൈറ്റൊക്കെ വരുന്നത്. ആ സമയത്ത് പിന്നെ നമ്മൾ മ്യൂസിക് റിമൂവ് ചെയ്യേണ്ടി വരും. എൻ്റെ പ്രൈമറി ചാനലിൽ അങ്ങനെ ഇപ്പോൾ ഒരുപാട് കോപ്പിറൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികം മ്യൂസിക്കൊന്നും കയറ്റുന്നില്ല. നമുക്ക് ജസ്റ്റ് വണ്ടി പോളിഷ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ജീപ്പിന് ഫുള്ളായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം ആ ഒരു ഷൈനിങ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര നാളെ നിൽക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് ഒരുപാട് വരാനുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ എല്ലാത്തിലും ചെറിയ ചെറിയ പരിപാടിയൊക്കെ കിടപ്പുണ്ട്. ജീപ്പിലൊക്കെ നമുക്ക് ഇനി വർക്ക് കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.